മകനെ, നീ കൊടിയ പീഡനങ്ങളുടെ സഹനത്തിലാണെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഭയപ്പെടരുത്. നീചശക്തികളുടെ ദുഷ്കർമ്മത്താൽ ഇപ്പോൾ നിന്നെ സാന്ത്വനിപ്പിക്കാനോ തലോടി നിന്റെ വേദനകളെ ശമിപ്പിക്കാനോ എനിക്കാവാത്തൊരവസ്ഥയാണ്. എങ്കിലും നീ കരുത്തോടെ ഇരിക്കുക. ഇതെല്ലാം ഒരു പരീക്ഷണ ഘട്ടമായി കാണണം. ശത്രുക്കൾ അവരുടെ വിജയത്തിനു വേണ്ടി അവസാന നിമിഷം വരെ പൊരുതും. പക്ഷേ ദൈവവിധിയാണ് അന്തിമമായി നടപ്പിലാവുക. നിന്റെ ഈ സഹനങ്ങൾക്കും ആത്മാർത്ഥതയ്ക്കും ഒടുവിൽ ആശിച്ച ഫലം തന്നെ വന്നു ചേരും. അത് സംഭവിക്കാൻ നീ ഉണർന്നിരിക്കുക. നീചശക്തികളുടെ ഈ പീഡനങ്ങൾ ഇനി അധിക സമയം നീണ്ടു നിൽക്കില്ല. എല്ലാം പരമ്പൊരുളിൽ അർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ മകനെ.